ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് മിഥുനമാസം 27-ാം തീയതി, അതായത് 2016 ജൂലൈ മാസം 11-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്, അത്തമാണ് നക്ഷത്രം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്ന സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽശാന്തിയായി പ്രവർത്തനം അനുഷ്ഠിച്ചിട്ടുള്ളതുമായ നമുക്കൊക്കെ ഏറെ ആരാധനായ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്: ബഹുമാന്യ ഡോക്ടർ ശർമാജി, ഞാൻ പ്രതീക്ഷ, കായംകുളത്തു നിന്നും എഴുതുന്നു. ഒരു നിയമ വിദ്യാർത്ഥിയാണ്. പഠനം തീരാറായി. ഗവൺമെൻറ് ഉദ്യോഗം ലഭിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കേരളത്തിൽ എനിക്ക് ജോലി ലഭിക്കുമോ? ജാതകത്തിൽ നാട്ടിൽ ജോലി കിട്ടുവാൻ സാധ്യതയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഗ്രഹനില ചേർക്കുന്നു. കഴിവതും വേഗം മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. അതിവിശിഷ്ടമായ, അപൂർവത്തിൽ അപൂർവമായ, ലക്ഷക്കണക്കിന് വ്യക്തികളിൽ നാമമാത്രമായ, അങ്കുലീപരിമിതമായ ഒരു ഗ്രഹനിലയാണ് കായംകുളത്ത് നിന്ന് പ്രതീക്ഷയുടെ. ഈ പ്രതീക്ഷയുടെ ഗ്രഹനിലയിൽ ലഗ്നത്തിൻ്റെ 4-ാം രാശിയിലും 7-ാം രാശിയിലും 10-ാം രാശിയിലും ആയിട്ട് അങ്ങനെ 4 രാശികളിലായി, അതായത് 4 രാശികളിൽ പ്രധാനപ്പെട്ട ആ ഗ്രഹനിലയിലെ എല്ലാ ഗ്രഹങ്ങളും ഒതുങ്ങി നിൽക്കുന്നു. അതിനെ ചതുർഗ്രഹ അല്ലെങ്കിൽ ചതുസാഗര യോഗം എന്ന് പറയും. എന്താണ് ചതു? പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി. പ്രഥമം 1, ദ്വിതീയം 2-ാമത്തത്, തൃതീയം 3-ാമത്തത്, ചതുർത്ഥം 4-ാമത്തത്. അപ്പം 4 രാശികളിലായി ജാതകത്തിലുള്ള ഗ്രഹങ്ങളെല്ലാം ഒതുങ്ങി നിൽക്കുന്നു. അതിനെ ചതുസാഗരയോഗം. സാധാരണ ഒരു യോഗമുണ്ട്, സാഗരയോഗം. സാഗരം എന്ന് പറഞ്ഞാൽ കടൽ കടന്ന് പോകാനുള്ള യോഗം. ചതുസാഗരം 4 കടൽ കടന്ന് അങ്ങനെ പോകാനുള്ള യോഗം. ഇവിടെ ചതുസാഗര യോഗം പ്ലസ് ഗവൺമെൻറ് ജോലി എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ജാതകമാണ് എന്ന് പറയാൻ കാരണം. ജോലി ഗവൺമെൻറ് തന്നെ, പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ശുപാർശ ചെയ്തതോ അല്ലെങ്കിൽ പോയി എത്തിപ്പെടുന്ന 4-ാം കടലിനക്കരെയുള്ള രാജ്യത്തെ അവിടുത്തെ ഗവൺമെൻറ് ജോലിയോ അതിലെ നിയമോപദേഷ്ടാവോ ഹൈക്കമ്മീഷണറോ ഒക്കെ ആയി തീരാൻ പറ്റിയ ഒരു ജാതകമാണ്. അപ്പം നാം ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ പദവിയും അത് പ്രതീക്ഷയുടെ പ്രതീക്ഷ പൂവണിയാൻ പോകുന്നു. ചതുസാഗര യോഗം എന്നാണ്. അതിലെ വിദ്യാഭ്യാസം വെച്ച് ഈ ഉദ്യോഗലബ്ധി കണിശമായിട്ടും കിട്ടും. ലഗ്നം 4, 7, 10 എന്ന കേന്ദ്രഭാവങ്ങളിൽ സമസ്ത ഗ്രഹങ്ങളും ഒത്തിരിക്കുന്ന ചതുസാഗര യോഗം എന്ന യോഗമാണ് വിശേഷം. അതിന് തത്തുല്യമായ വിവാഹവും അതുപോലെ തന്നെ ഒന്നിലധികം പല ഭവനങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ അധീനതയിലാകുവാനോ ഉള്ള യോഗം മിക്കവാറും ചതുർഗ്രഹങ്ങൾ വരാനാണ് സാധ്യത. കേസരി എന്ന് പറയുന്ന യോഗവും കൂടെ ഈ ജാതകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള യോഗ നിലയിൽ ജീവിക്കാൻ പ്രതീക്ഷയ്ക്ക് യോഗമുണ്ട്. സുന്ദരനും സൗഭാഗ്യവാനുമായ ഒരു ഭർത്താവിനെ ലഭിക്കും. പക്ഷേ വിവാഹം ഒരല്പം നീണ്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റ് ദോഷങ്ങൾ കൊണ്ടല്ല. കാരണം വളരെയധികം രാജയോഗങ്ങളോ അതുപോലെ തന്നെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ യോഗനിലകളോ ഉള്ള സ്ത്രീ പുരുഷന്മാർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വിവാഹം നീണ്ടു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഒട്ടുമുക്കാലും 10-32 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് പെണ്ണുങ്ങൾക്ക് വിവാഹത്തിനുള്ള കൂടുതൽ അവസരങ്ങൾ വരിക. അത് ചൊവ്വാദോഷമായിട്ടൊക്കെ ചിലപ്പം ചിത്രീകരിച്ച് കളയും. അത് ചൊവ്വാദോഷമൊന്നുമല്ല. ഇണങ്ങിയ വരൻ, ഇണങ്ങിയ കാലം, ഇണങ്ങുന്ന സമയം ഒക്കെ ഒത്തു കിട്ടാനും ഇണങ്ങിയ പോലുള്ളൊരു ബന്ധുത്വം കിട്ടുവാനും വിദ്യാഭ്യാസം, ആരോഗ്യം, സൗന്ദര്യം, പദവി, ശമ്പളം, ഇതെല്ലാം കുടുംബം, സ്വജാതി, മതം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, സാംസ്കാരികത,
ഏത് രാജ്യത്ത് താമസിക്കുന്നു, ആ രാജ്യവുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ ഒക്കുമോ, ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ഒത്തിണങ്ങി വരുന്നതാണ് വിവാഹബന്ധം. അതെല്ലാം ഒത്തിണങ്ങി വരാനായിട്ട് ചിലപ്പം കുറച്ച് താമസമെടുക്കും. ഈ താമസം പ്രതീക്ഷയ്ക്കും ഉണ്ട്. ഈ 26 ജോലി കിട്ടേണ്ട ആളിന് സ്വയംവരം ഒന്നും ജപിക്കാനൊന്നും ചിലപ്പോൾ നേരം കാണ്ടിയൊന്നും വരികയില്ല. അത് കാരണം കുടുംബക്കാർ തന്നെ പ്രതീക്ഷയുടെ പേരും നക്ഷത്രവും ചേർത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം പൂർണ്ണചന്ദ്രനുള്ള ദിവസം ചന്ദ്രനെ പ്രസാദിപ്പിക്കുന്ന സ്വയംവരം എന്ന് പറയുന്ന പുഷ്പാർച്ചന നടത്തുക. അതിൻ്റെ കൂടെ സ്വയംവര പൂജയോ സ്വയംവര പുഷ്പാർച്ചന അതുപോലെ സ്വയംവര ജപം ഇതൊക്കെ ആകുകയും ചെയ്യാം. അധികസ്യ അധികം ബലം. എത്ര കണ്ട് കൂടുതൽ ചെയ്യുന്നു കുറേയൊക്കെ നേരത്തെ ഈ പറഞ്ഞ കൃത്യമായ സമയത്ത് നിന്ന് കുറച്ച് നേരത്തെ ആക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. സാധാരണ നിലയിൽ സുപ്രസിദ്ധമായ ഈ സ്വയംവര മന്ത്രം വളരെ ഗുരുപദേശത്തോടു കൂടി അതിൻ്റെ ഋഷിച്ഛന്തോ ദേവതയെ ധ്യാനിച്ചും നിസിച്ചിട്ടും വേണം അത് ചൊല്ലുവാനായി. ഒരു ദേവത ഇത് കണ്ടുപിടിച്ചു. ആ ദേവത ഏത് രീതിയിൽ ചൊല്ലണമെന്ന് ഉപദേശിച്ചു കൊടുത്തു, ചൊല്ലി പ്രാക്ടീസായി ഫലത്തിൽ കാണിച്ചു കൊടുത്തു. അതാണ് ഋഷിച്ഛന്തോ ദേവത. ഇപ്പം ഗായത്രിക്കാണെങ്കിൽ ഗാദിനോ വിശ്വാമിത്ര ഋഷി, ഗായത്രി ഛന്ദ സവിതാ ദേവത. ഇതിനെ തൊട്ട് ന്യസിക്കും, ന്യസിച്ചിട്ട് ഉറപ്പ് വരുത്തും. അത് ഓരോ ചക്രാസിലാണ് തൊടുന്നത്. കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നതിനും അതിൽ പ്രസിദ്ധിയാകുന്നതിനും അഭീഷ്ടസിദ്ധിക്കും സ്വയംവരം എന്നത് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവരജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ സ്വാഹ. പ്രതീക്ഷകൾ പൂവണിയാൻ അധികം കാലം വരുന്നില്ല. ഏതാണ്ട് 1 വർഷം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രമിക്കും. വിദേശ സംബന്ധമായിട്ടുള്ള ചതുസാഗര യോഗം, അതായത് വിദേശത്തേക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനായിട്ട് വരികയോ അവിടുത്തെ ഗവൺമെൻറ്റിലേക്ക് പ്രവേശിക്കുകയോ ഭാവിയിൽ ഈ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം വരും. അങ്ങനെ വലിയൊരു ഉദ്യോഗസ്ഥയായി ഈ നാടിൻ്റെ അഭിമാനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം